ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സ്റ്റഡി വ്ലോഗ്. ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്കണോമിക്സിൽ പ്രധാനമായിട്ടും നോക്കേണ്ട SSCRT NCERT ചാപ്റ്ററുകളുടെ ലിസ്റ്റാണ്. അപ്പോൾ എക്കണോമിക്സിന് നമുക്ക് 5 മാർക്കാണല്ലോ. എന്നാൽ ചില എക്സാമിന് ഈ ഭാഗം കുറച്ച് കടുപ്പമാക്കാറുണ്ട്. സിലബസിൽ വളരെ കുറച്ച് ടോപ്പിക്സേ ഇതിലുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനുള്ള തെളിവ് സഹിതമുള്ള വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം NCERTയിൽ നിന്നുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. NCERTയിൽ നിന്ന് മെയിനായിട്ട് നോക്കേണ്ട ചാപ്റ്റർ ക്ലാസ് 11ലെ ചാപ്റ്റർ 1 സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന, ചാപ്റ്റർ 2 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 1990 വരെ, പിന്നെ ചാപ്റ്റർ 3 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ചാപ്റ്റർ 4 ദാരിദ്ര്യം, ചാപ്റ്റർ 5 ഇന്ത്യയുടെ വികസനാനുഭവങ്ങൾ അയൽ രാജ്യങ്ങളുമായി ഒരു താരതമ്യം. ഇതിൽ നിന്ന് നമ്മൾ ചാപ്റ്റർ 1 പഠിക്കുമ്പം, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന നമ്മുടെ സിലബസിലെ ഒരു ടോപ്പിക്ക് കവർ ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 1990 വരെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ സിലബസിലെ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് തുടങ്ങിയ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആകും. പിന്നീടുള്ള ചാപ്റ്റർ വരുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമ്മുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നൊരു ടോപ്പിക്ക് നമുക്ക് കവർ ആവുന്നതാണ്. പിന്നെ ഈ ദാരിദ്ര്യം, ഇന്ത്യയുടെ വികസനാനുഭവങ്ങൾ അയൽ രാജ്യങ്ങളുമായി ഒരു താരതമ്യം, ഈ ചാപ്റ്റേഴ്സ് എന്തിനാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കാണിച്ചു തരാം. ഇനി അടുത്ത സിലബസിലെ ടോപ്പിക്കാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ഈ ധനകാര്യ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. അതിന് ക്ലാസ് 12ലെ 3 ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ അകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മുടെ നാഷണൽ ഇൻകം ആയാലും മണി ആൻഡ് ബാങ്കിങ് ആണെങ്കിലും അതുപോലെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ ടാക്സസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതിന് നമുക്ക് 12ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്. അത് ചാപ്റ്റർ 2 നാഷണൽ ഇൻകം ആൻഡ് അക്കൗണ്ടിങ്, ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്, ചാപ്റ്റർ 5 ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദ എക്കണോമി. ഇത്രയും ചാപ്റ്റർ പഠിക്കുന്നതോടെ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് ആകും. അതുപോലെ ഈ LGSനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ പഠിക്കണം. അത് നമുക്ക് SCERTയുടെ ചാപ്റ്റേഴ്സ് പറയുമ്പോൾ അതിൽ ഞാൻ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. പിന്നെ പഠിക്കേണ്ടതാണ് കാർഷിക വിളകൾ, ധാതുക്കൾ എന്ന് സിലബസിലെ 2 ടോപ്പിക് അല്ലേ. ഈ കാർഷിക വിളകൾ, ധാതുക്കൾ എന്നത് നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ജോഗ്രഫിയുടെ ടോപ്പിക്സിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഹരിത വിപ്ലവവും നമ്മുടെ 2nd ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ട് പോകുന്നുണ്ട്. പ്ലസ് 1ലെ 2nd ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ പ്ലസ് 1 പ്ലസ് 2ലെ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ സിലബസിലെ ടോപ്പിക്സ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്സ് നമ്മൾ കവർ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് SCERT ചാപ്റ്ററുകൾ പഠിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 10ാം തരം അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷയാണ് നമ്മുടെ LDC. അതുകൊണ്ട് തന്നെ 5 മുതൽ 10 വരെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ചാപ്റ്റേഴ്സ് നോക്കണം. ആ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് പറയാം. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സമ്പദ് ശാസ്ത്ര ചിന്തകൾ, 9ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും, 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഉൽപാദന പ്രക്രിയയിലൂടെ, 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം, 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പൊതുചെലവും പൊതുവരുമാനവും, 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ കരുതലോടെ ചെലവിടാം, 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും, 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആ സിലബസിൽ നേരത്തെ വിട്ടിരുന്ന കാർഷിക വിളകൾ, ധാതുക്കൾ എന്ന് പറഞ്ഞ 2 ടോപ്പിക്സും കവർ ആവുന്നതാണ്.
ഇനി 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് തന്നേക്കുന്നത് പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല. ഇതിൻ്റെ അകത്ത് ശരിയായത് തിരഞ്ഞെടുക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് +1 എക്കണോമിക്സിലെ ചാപ്റ്റർ 10 നിന്നാണ്. ഇന്ത്യയുടെ വികസന അനുഭവങ്ങൾ അയൽ രാജ്യങ്ങളുമായി ഒരു താരതമ്യം എന്നൊരു ചാപ്റ്ററിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് +1 ചാപ്റ്റർ 4 ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജയിൽ ജീവിത ചെലവ് എന്നൊരു ആശയം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ജയിൽ ജീവിത ചെലവൊക്കെ ഇപ്പോൾ തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ LDC ലെവൽ പോലെയുള്ള ഒരു എക്സാം നടത്തിയതിൻ്റെ അകത്തും ഈ ജയിൽ ജീവിത ചെലവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം മിനിമം ഈ ചാപ്റ്റേഴ്സ് എങ്കിലും എക്കണോമിക്സിൽ നിന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് എക്കണോമിക്സ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.